ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം മതി. അതായത് ഒരു ആവി വരാനായിട്ട് ആവിയിൽ നമ്മളൊരു ഓട്ടപാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കുഞ്ഞി ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അതുപോലെ തന്നെ 3 ടീസ്പൂണ് ചോക്ലേറ്റ് പൗഡറും. അത് നമ്മൾ തരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു തരിപ്പയിലേക്കാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം തരിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തരിച്ചിട്ടുള്ളൂ. കാരണം ഈ ഗോതമ്പിൽ അങ്ങനത്തെ വേസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പാണെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ തരിക്കുന്നത് നല്ല കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക്, അതായത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ബീറ്റായിട്ട് കിട്ടൂല, അതുകൊണ്ടാട്ടോ. അപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യം ഇല്ല, പക്ഷേ ബീറ്ററുള്ളവർക്ക് ഇത് ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിലായി കിട്ടും. എന്തെങ്കിലും ടീസ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് അതൊന്ന് കുറച്ചുകൂടെ ബീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട്, പിന്നെ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ തരിച്ച് മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, പൗഡർ, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എപ്പോഴും കേക്ക് ഉണ്ടാകുമ്പോൾ നമ്മളൊരു 1 സൈഡിലേക്ക് മാത്രമാണ് ഇളക്കി കൊടുക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ പൊങ്ങി വന്ന മുട്ടയുടെ വെള്ളയും മഞ്ഞൊക്കെ ചേർന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ, അത് താഴ്ന്നു പോകും. അതങ്ങനെ താഴ്ന്നു പോയാൽ നമുക്ക് കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതാണ്. ഇനി നമ്മളൊരു കുഞ്ഞി പാത്രത്തിലോ ഒരു കുഞ്ഞിക്കയിലോ ഒരു ലേശം ബേക്കിംഗ് സോഡ എടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് വിനാഗിരി, സുർക്ക കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കുത്തി ഇളക്കി മിക്സ് ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ ഇതൊക്കെ താഴ്ന്നു പോയാൽ കേക്ക് റെഡി ആവില്ല. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്, അതായത് നമ്മളിത് ആവിയിലാണല്ലോ വേവിക്കുന്നത്, അതിനായിട്ടൊരു സ്റ്റീലിൻ്റെ ഡവറ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാലും മതി. എന്നാൽ പിന്നെ നമുക്ക് ബാറ്റർ റെഡിയായാൽ പെട്ടെന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കാരണം പിന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറിന് പകരം സ്കൂൾ കുട്ടികളുടെയൊക്കെ നോട്ട്ബുക്കില്ല, അതിൽ നിന്നൊരു പേജ് എടുത്തിട്ട് അതിന് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മൾ അതൊന്ന് തട്ടി കൊടുത്ത ശേഷം ഒരു ഈർക്കിളോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ്. പിന്നെ നമ്മളൊരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അതിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനൊരു 2-3 ഒക്കെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡവറയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മളൊരു സ്റ്റീമർ വെക്കുകയാണ് ചെയ്യുക. ഇങ്ങനത്തെ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഒക്കെ വെക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ആ ബാറ്റർ ഒഴിച്ച് വെച്ച് ഡവർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഇങ്ങനെ ഞാനൊരു 3/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെയും കൂടിയും വെച്ചിട്ട് ഒരു 1/4 മണിക്കൂറും കൂടെ വെച്ചിട്ട് 1 മണിക്കൂറാക്കി. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പൊരളൊന്നുണ്ടായിരുന്നില്ല. ഇനി നമ്മളതിൻ്റെ സൈഡിലൂടെ ഒരു കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മളതൊന്നും ഇങ്ങനെ കമഴ്ത്തി എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ മാറ്റുക. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പം എന്താണെന്ന് പറയുക, ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ ആ ഒരു ചുവ ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവർക്ക് നല്ല രസമാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കയ്പ്പ് ടേസ്റ്റ് വല്ലാണ്ട് കിട്ടാണ്ടിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.